തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസ് വോട്ട് മറിച്ചുവെന്ന് TG നന്ദകുമാറിന്റെ ആരോപണം. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ദീപ്തി വോട്ട് ചെയ്തതിന് തെളിവ് തനിക്ക് മൊബൈൽ ഫോണിൽ അയച്ചു തന്നിട്ടുണ്ടെന്നും നന്ദകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം ദീപ്തി നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടുമെന്നും നന്ദകുമാർ പറയുന്നു. ദീപ്തി EP ജയരാജൻ താമസിക്കുന്ന ഇടത്തെത്തി കൂടിക്കാഴ്ച നടത്തിയെന്നും നന്ദകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് അന്ന് തൃക്കാക്കര ബൈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു. പക്ഷേ PT തോമസിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അവരവരുടെ നിരാശകൾ നമ്മളോട് പങ്കുവച്ചു. ഈ വിവരം നമ്മൾ അന്നത്തെ ഇലക്ഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന EP ജയരാജനാണ്, അദ്ദേഹത്തിനാണ് ഇലക്ഷൻ്റെ ചുമതലയും LDF കൺവീനർ, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ KPCC ഭാരവാഹിയും അത്യാവശ്യം സമരരംഗത്തുള്ളൊരു നേതാവുമാണ് ദീപ്തി മേരി വർഗീസ്. അവർ സ്വമേധയാ EP കാണണം എന്ന് പറഞ്ഞാൽ അവരാണ് EP ജയരാജൻ വന്ന് കണ്ടത്. അതിനുശേഷം അവരുടെ സത്യസന്ധത ബോധിപ്പിക്കാൻ, അവർ ഉമാ തോമസിനെല്ലാം വോട്ട് ചെയ്തതെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അവരുടെ വാട്സപ്പിൽ അവർ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നു. ആർക്കായിരുന്നു വോട്ട്? അതിനകത്ത് ഉമാ തോമസിൻ്റെ സ്ഥാനത്തല്ലായിരുന്നു വോട്ട്. അയച്ചു തന്നു. ഞാനത് EP ബോധിപ്പിച്ചു. അതെ, അവരവരുടെ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇല്ലെന്ന് അവർ പറയട്ടെ. അതായത് ഉമാ തോമസിന് ദീപ്തി വോട്ട് ചെയ്തിട്ടില്ല. അവർ VVPAT അല്ലേ, നമ്മൾ പോളിൽ ചെയ്ത് കഴിഞ്ഞാൽ 7 സെക്കൻഡ് കൊണ്ട് VVPAT ഡ്രോപ്പായിട്ട് വീഴും. ആ മൊബൈലുണ്ടെങ്കിൽ എടുക്കാം. എവിടെ വെച്ചായിരുന്നു EP ജയരാജനുമായുള്ള കൂടിക്കാഴ്ച? EP ജയരാജൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ കൂടിക്കാഴ്ചയ്ക്ക് വന്നത്. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി ചെയ്യുന്നത്. പ്രദീപ്, ഈ TG നന്ദകുമാർ ആരാണ്? അതൊരു ഇടനിലക്കാരനാണ്, കോർപ്പറേറ്റ് ഇടനിലക്കാരനാണ്, രാഷ്ട്രീയ ഇടനിലക്കാരനാണ്, ദല്ലാളാണ് എന്നൊക്കെ വിളിപ്പേരുകളുണ്ട്. CPMന്റെ ആഭ്യന്തര തർക്കത്തിലുമൊക്കെ ഇടപെട്ട ആളാണ്. എന്താണ് TG നന്ദകുമാറിൻ്റെ ക്രെഡിബിലിറ്റി എന്നത് ഒരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നന്ദകുമാർ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് അങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ മറ്റൊരാൾക്ക് വോട്ട് ചെയ്തുവെങ്കിൽ, ഇടത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തുവെങ്കിൽ അത് അത്യന്തം ഗൗരവതരമായ വിഷയം തന്നെയാണല്ലോ. ഇയാൾ വിശദീകരിക്കുന്ന എന്തെല്ലാമാണ്? അതിൽ തെളിവ് യഥാർത്ഥത്തിൽ കൈവശമുണ്ടോ? തന്നെ CPMലേക്ക് ക്ഷണിക്കാൻ ദല്ലാൽ TG നന്ദകുമാർ നേരിട്ട് വന്ന് കണ്ടിരുന്നു എന്നാണ് ദീപ്തി മേരി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇക്കാര്യം ദല്ലാൽ നന്ദകുമാർ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം രണ്ടാം തവണ, അതായത് പിന്നീട് ദീപ്തി മേരി വർഗീസ് LDF കൺവീനർ കൂടിയായ EP ജയരാജൻ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്തി എന്നാണ് നന്ദകുമാർ ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഗൗരവമായ കാര്യം എന്ന് പറയുന്നത്, ദീപ്തി മേരി വർഗീസിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഉമാ തോമസ് ആണ് സ്ഥാനാർത്ഥിയായി വന്നത്. ഇതേ തുടർന്ന് UDF സ്ഥാനാർത്ഥിക്ക് ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്തില്ല എന്നാണ് നന്ദകുമാർ പറയുന്നത്. തന്റെ ആത്മാർത്ഥത തെളിയിക്കുന്നതിനുള്ള തെളിവായി വോട്ടിംഗ് മെഷീനൊപ്പമുള്ള VVPAT നിന്നുള്ള ഫോട്ടോ അല്ലെങ്കിൽ ദൃശ്യം ദീപ്തി മേരി വർഗീസ് തനിക്ക് അയച്ചു തന്നു. ഇത് പരിശോധിച്ചപ്പോൾ ഉമാ തോമസിനല്ല വോട്ട് ചെയ്തിരിക്കുന്നത് എന്ന ബോധ്യമായി. ഇക്കാര്യം താൻ EP ജയരാജനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ് നന്ദകുമാർ അവകാശപ്പെടുന്നത്. അതേസമയം ഇത് സംബന്ധിച്ച് ദീപ്തി മേരിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഇന്ന് രാവിലെ അവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ശ്രീമതി ദീപ്തി മേരി വർഗീസ് ടെലിഫോണിൽ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, വളരെ ഗൗരവതരമാണ് ഇത്. ഉന്നയിച്ച ആളിന്റെ ക്രെഡിബിലിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ വളരെ ഗൗരവതരമായ ആരോപണമാണ്. താങ്കളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു, അതിന് തെളിവുണ്ട് എന്നാണ് പറയുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഒരാള് രഹസ്യമായി രഹസ്യ ബാലറ്റിലൂടെ വോട്ട് ചെയ്യുന്നത് മറ്റൊരാൾ അറിയുന്നു എന്ന് പറയുന്നത് തന്നെ കുറ്റകരമായ ഒരു കാര്യമാണ്. പിന്നെ അതിന് ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ ഇന്ന് മറ്റൊരു കാര്യം പറയുക. ഇന്നലെ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നു, സംസാരിച്ചു, അവിടെ വെച്ച് അത് തീർന്നു, അവിടെ വെച്ച് സംസാരം നിർത്തി, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യം ഇന്നിപ്പോ മറ്റു ചില കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പോയി കണ്ടുവെന്നും ഞാൻ പിന്നെ അഭ്യർത്ഥിച്ചു എന്നും ഒക്കെയാണ് പറയുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മാറ്റിമറിച്ചും പറയുന്നതിനോടൊന്നും എനിക്ക് പ്രതികരിക്കാനില്ല. പിന്നെ ഇല്ല, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ ഉമാ തോമസിന് വോട്ട് ചെയ്തില്ലേ എന്നതാണ്. അല്ല, അതാണല്ലോ നിങ്ങൾ തുടക്കത്തിൽ ചോദിച്ചത്. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, KPCC ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന ഞാൻ എത്രയോ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് ആദ്യത്തെ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും ശക്തമായി ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ളത് എന്റെ നേതൃത്വത്തിനറിയാം. എന്റെ നേതൃത്വത്തിന് വിശ്വാസമുള്ളിടത്തോളം കാലം എനിക്കത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നേതൃത്വം എന്നോട് ചോദിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പറയും. പിന്നെ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഞാൻ പ്രതികരിക്കും. ഒരു നിയമ നടപടിക്കുള്ള സാധ്യതയുണ്ടോ? താങ്കൾ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വോട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്?
അപ്പോ അത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് ഇപ്പൊ ഇത് പറയുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യമല്ലേ. ഇപ്പൊ എന്താണ് പ്രസക്തി? ഇപ്പോ രണ്ട് വർഷം മുമ്പ് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഇത് പറയേണ്ട ആവശ്യം എന്താണുള്ളത്? എന്താണ് അതിന്റെ പ്രസക്തി? അന്ന് പറയാത്ത ഒരു കാര്യം ഇന്ന് എന്തിനു പറയുന്നു? ഇതൊക്കെ പക്ഷേ നന്ദകുമാർ പറയുന്നത് മൊബൈലിൽ സ്ക്രീൻഷോട്ട് ഉണ്ട്, അയച്ചു കൊടുത്തു, ഞാനത് ബോധിപ്പിച്ചതാണ്, ആ തെളിവ് പുറത്തുവിടും. അല്ല ആ തെളിവ് പുറത്തുവിടും. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വന്നു എന്നതിൽ കവിഞ്ഞ് അല്ല ശ്രീമതി ദീപ്തി മേരി വർഗീസ്, അതല്ല ആ തെളിവ് പുറത്തുവിടും. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട് എന്ന് വെല്ലുവിളിക്കുകയാണ്, അതേക്കുറിച്ചാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൂർണ്ണമായ ബോധ്യവും വിശ്വാസവും ഉണ്ട്. എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ നേതൃത്വത്തെ ആലോചിച്ചതിന് ശേഷം നിങ്ങളോട് തന്നെ പറയും എന്താണ് ചെയ്യുന്നത്. എന്നെ പറ്റി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും പ്രചരണങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഇവിടെ ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ കാലത്ത് ഏതെങ്കിലും രീതിയിൽ വ്യാജ വാർത്തകളോ വ്യാജരേഖകളോ ചമയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ആലോചിക്കാം. ശരി, താങ്കൾ വളരെ പ്രധാനപ്പെട്ട പദവിയിലാണ് KPCC-യിൽ ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇല്ല എന്ന് പറയുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്ന ആളാണ്. താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയും താങ്കൾക്കും പാർട്ടിക്കുമുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ താങ്കളുടെ തുടർ നടപടി എന്താണ് എന്നത് വളരെ നമുക്ക് കൗതുകരമായി കാത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രദീപ് ജോസഫാണ് നേരത്തെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.